കുറഞ്ഞിടുവൻ നേരത്തേവം ബോധമുറ്റുറപ്പുവരെങ്കിലോ പലവിധം ബോധക ശ്രോതവിങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിലെല്ലാത്തിലും നല്ലതായി എഴുതായി വന്നുകൂടുന്നു ഫലം ഭഗവത് ഭജനത്താൽ. സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാല സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം വ്യാജമെന്നീ പലജാതിയും ഭഗവാന് മനസ്സാവാച പരികർമ്മണ ശീലിപ്പത്. മാനുഷജന്മത്തിങ്കൽ നല്ലതോ പുരുഷാർത്ഥം സാധിച്ചു ജീവൻ മുക്തരായി വിളങ്ങിയിടും മഹാഭൂതികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോരങ്ങനെ നിത്യം സുഖസേവ്യമായിരിപ്പോന്നു ഗുണമഹിമകൾ ഞാനുമവണ്ണം ഗുണാതീതനെന്നിരിക്കലും മാനസാനന്ദം കൊണ്ട് ശീലിച്ചേൻ കീർത്തനം ആദീനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതം. അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ. ആ പുരാണത്തെ മമതാതനാൻ വേദവ്യാസൻ മുൾപ്പാട് ചമച്ചെന്നയെ പേരും പഠിപ്പിച്ചു. തൽപ്രബന്ധത്തെ വിഷ്ണുരാധനം നിനക്കു ഞാൻ ഉൾപ്പൂവിലത്യാനന്ദ സിദ്ധിതവും ചൊല്ലാമല്ലോ. വ്യക്തമാമതിൽ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്ന് കേട്ടിരിക്കുന്നു. തച്ചരിതാനന്ദ പീയൂഷപാനത്തെ കൊണ്ട് തൽകൃതൊന്നും വിട്ട് മുക്തനായി വരും ജീവൻ വിസ്തരിച്ചത്